മതനിരാസത്തിന്റെ വക്താക്കൾ കൂടി വരുന്ന കാലമാണ്. ലിബറലിസത്തിന്റെ വാദം കൂടി വരുന്ന കാലഘട്ടമാണ്. സ്വതന്ത്രരായി ജീവിക്കണം, ഞങ്ങൾക്ക് പറന്നു നടക്കണമെന്ന് പറയുന്നതായ മക്കളുള്ള കാലഘട്ടമാണ്. അതിനുവേണ്ടി ചെറിയ മക്കൾക്ക് സമ്പത്ത് കൊടുത്ത്, മൊബൈൽ ഫോൺ കൊടുത്ത്, വീട് കൊടുത്ത്, കാറ് കൊടുത്ത്, പെണ്ണ് കൊടുത്ത്, എന്തെല്ലാം കൊടുത്തുകൊണ്ട് ജനങ്ങളെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമോ? അതിന്റെ പ്രവർത്തനങ്ങളുമായി ഒരു ഭാഗത്ത് മതനിരാസത്തിന്റെ വക്താക്കൾ നിലകൊള്ളുമ്പോ ചെറിയ മക്കൾ പെട്ടുപോവുകയാണ്. അല്ലാഹുവേ, പടച്ചറപ്പേ, ഞങ്ങളുടെ മക്കൾ അതേ കാക്കണേ അല്ലാഹ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഈമാൻ കിട്ടുക എന്നുള്ളതല്ല കാര്യം, ആ ഈമാൻ പോകാതെ മുറുകെ പിടിക്കലാണ് കാര്യം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഞങ്ങളെ ഹിദായത്തിലാക്കിയതിനു ശേഷം, ഞങ്ങളെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് നയിച്ചതിനു ശേഷം, ഇതൊരു സാധാരണ പാന്താവല്ല എന്ന് വ്യക്തമായി തിരിച്ചറിവുള്ളവരാണ് ഞങ്ങൾ. ആദം നബി അലൈഹിസ്സലാം മുതൽ ആദരവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 അംബിയാ മുർസലീങ്ങൾ ചേർത്ത് പിടിച്ചതാകുന്ന തൗഹീദിന്റേതാകുന്ന ഭാഗമാണ്. ശേഷം കടന്നു വന്നത് മുഴുവനും ഇമാമിങ്ങളാണ്, അയിമ്മത്തുകളാണ്, താബിഈങ്ങളാണ്, തബഉ താബിഈങ്ങളാണ്, അയിമ്മത്തുകളാണ്, ഔലിയാക്കളാണ്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഖവാജ മുഈനുദ്ദീൻ നിസ്സി അജ്മീരി തങ്ങളും, ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളും, മമ്പുറം തങ്ങളും, സിഎം വലിയുള്ള അടക്കമുള്ള മഹാന്മാര് ചേർത്ത് വെച്ചതാകുന്ന ദീനാണ്. ഇത് മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. യുദ്ധത്തിലേക്ക് ഇറങ്ങിയതാകുന്ന ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ ഇതാ വെട്ടുകയാണ്. 21 വയസ്സുള്ളതാകുന്ന ബഹുമാനപ്പെട്ടവർ ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോ മക്കയിൽ നിന്ന് ഈ ഹബശയിലേക്ക്, എത്യോപ്യയിലേക്ക് പലായനം ചെയ്തവരാണ്. 3 വർഷത്തിന് ശേഷം വീണ്ടും മക്കയിലേക്ക് വന്നു. അപ്പോഴും മക്ക പഴയ സ്ഥിതി തന്നെയാണ്. അക്രമമാണ്. ബഹുമാനപ്പെട്ടവർ വീണ്ടും 7 വർഷം ഹബശയിൽ പോയി പലായനം നടത്തുകയാണ്, എത്യോപ്യയിൽ ജീവിക്കുകയാണ്. 10 വർഷത്തിനു ശേഷം 33-ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവർ തിരിച്ചു വരുകയാണ്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനോട് പറയുന്നു, ഇറങ്ങി തിരിച്ചത് ബഹുമാനപ്പെട്ട ജഅഫർ റളിയല്ലാഹു അൻഹു ആണ്. 33-കാരനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് 3 പേരെ ക്യാപ്റ്റനാക്കിയ പ്രമുഖനാണ്. യുദ്ധത്തിൽ പരിശുദ്ധ പ്രവാചകൻ കൊടുത്തതാകുന്ന കൊടി കയ്യിൽ പിടിച്ചുകൊണ്ട്, വലത് കയ്യിൽ പിടിച്ചുകൊണ്ട്, അല്ലാഹുവും അവന്റെ റസൂലും ഈ ലോകത്ത് നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ചതാകുന്ന തൗഹീദ് നിലനിർത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ശത്രുക്കൾക്കെതിരിൽ അടരാടുകയാണ്. മണിക്കൂറുകൾ പിന്നിട്ടപ്പോ അദ്ദേഹത്തിന്റെ വലത് കൈ ശത്രുക്കൾ വെട്ടിമാറ്റുകയാണ്. ഉടനെ തന്നെ നിലത്ത് വീണതാകുന്ന കൊടി ഇടത് കൈയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ശത്രു തന്റെ വലത് കൈ വെട്ടേറ്റ് പുറത്തേക്ക് ഉന്തി നിൽക്കുമ്പോൾ ഊങ്ങിക്കിടക്കുന്നതാകുന്ന കൈ തനിക്ക് പ്രയാസമാകുമെന്ന് മനസ്സിലാക്കിയവർ ഇടത് കാലുകൊണ്ട് കൈ ചവിട്ടി പിടിച്ചിട്ട് അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് മാറ്റുകയാണ്. രക്തം വാർന്നൊലിക്കുകയാണ്. ഇടത് കയ്യിൽ പിടിച്ചതാകുന്ന പതാകയുമായി, ഏത് പതാകയാണ്? ആദം നബി അലൈഹിസ്സലാമും, ഇദ്രീസ് നബി അലൈഹിസ്സലാമും, നൂഹ് നബി അലൈഹിസ്സലാമും, സാലിഹ് നബി അലൈഹിസ്സലാമും, ഹൂദ് നബി അലൈഹിസ്സലാമും, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും, ഇസ്മായിൽ നബി അലൈഹിസ്സലാമും, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും, സക്കരിയ നബി അലൈഹിസ്സലാമും, യാക്കൂബ് നബി അലൈഹിസ്സലാമും, ഈസാ നബി അലൈഹിസ്സലാമും, മൂസാ നബി അലൈഹിസ്സലാമും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം വരുന്നതാകുന്ന സ്വഹാബത്ത് ചേർത്ത് വെച്ചതാകുന്ന, അമ്പിയാക്കളെ ചേർത്ത് വെച്ചതാകുന്നതായ പതാക ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് തൗഹീദ് നിലനിർത്താൻ വേണ്ടി ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. ശത്രുക്കൾക്കെതിരേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും യുദ്ധം വല്ലാതെ കൊടുമ്പിരി കൊള്ളുകയാണ്. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഇടത് കൈ വെട്ടിമാറ്റുന്ന നേരം ബഹുമാനപ്പെട്ടവർ തന്റേതാകുന്ന കൊടി തന്റെ കഴുത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ തോളം കൈയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ കയ്യിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ യുദ്ധം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. യുദ്ധത്തിൽ ഷഹീദാവുകയാണ്.
ഒരുപാട് ഷഹീദാവുകയാണ്. 33കാരനായി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞതാകുന്ന ചെറുപ്പക്കാരനാകുന്ന യുവകോമളനാകുന്ന ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് ആദരവായ പ്രവാചകനെ പറയുകയാണ്, സഹബ വഹുവ യതീറു ഫിൽ ജന്നാ കമാ തതീറു ത്വയ്റു ഫിൽ ഹവാ. ബഹുമാനപ്പെട്ട ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതാ സ്വർഗ്ഗത്തിൽ പറന്നു നടക്കുകയാണ്. സഹബ ഏതുപോലെ ഈ ദുനിയാവിൽ പക്ഷികൾ പറന്നു നടക്കുന്നത് കണ്ടില്ലയോ? അദ്ദേഹത്തിന് 2 ചിറകുകൾ അല്ലാഹു സമ്മാനിച്ചിരിക്കുകയാണ്. സ്വർഗ്ഗത്തിൽ നിന്ന് നൽകപ്പെട്ട 2 ചിറകുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കൾ വെട്ടിമാറ്റിയ കരങ്ങൾക്ക് പകരമായി അല്ലാഹു നൽകുകയാണ്. അതുമായി അദ്ദേഹം പറന്നു നടക്കുകയാണ് സ്വർഗ്ഗത്തിൽ. സഹബ എന്ന് ആദരവായ ശഫീആയ റസൂലുള്ളാഹി. അതുകൊണ്ട് ഈ ലോകത്ത് എന്ത് പ്രശ്നമുണ്ടായാലും, നിന്റെ കൈ പോയാലും, നിന്റെ കാല് പോയാലും, നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ വെട്ടി ഇഞ്ചിഞ്ചായി നീ നുറുക്കിയാലും, മനുഷ്യ സഹോദരാ സഹോദരി, ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ, ജീവിക്കണേ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ലോകത്ത് പല രീതിയിലുള്ള ആളുകൾ കടന്നു വരും. ഫെമിനിസത്തിന്റെ വാദവുമായി സഹോദരിമാർ കടന്നു വരും. മോശപ്പെട്ട സംസ്കാരങ്ങൾ വാദിപ്പുണരാൻ ഈ ഉമ്മത്തിനെ നിർബന്ധിക്കുന്നതായ ലിബറലിസത്തിന്റെ വക്താക്കൾ കടന്നു വരും. ഈ ദീനിൽ യാതൊരുവിധ സ്വാതന്ത്ര്യവുമില്ല. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത മതമാണ്, അവരെ പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടുകയാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ കടന്നു വരും. പക്ഷേ വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്ന് അണിവിട വ്യതിചലിക്കല്ലേ, വ്യതിചലിക്കല്ലേ. അല്ലാഹു അലൈഹാ ബിന്നവാജിദി. അണപ്പല്ലുകൊണ്ട് ദീനിനെ മുറുകെ പിടിക്കണേ ഹബീബുനാ റസൂലുള്ളാഹി. ഈ ദീനിനെ വിട്ടുപോകാൻ പാടില്ല, മുറുകെ പിടിക്കണം, മുറുകെ പിടിക്കണം. ഒരാളും അതിൽ നിന്ന് വ്യതിചലിക്കരുത്. പല രീതിയിലുള്ള പരിശ്രമങ്ങൾ പല ഭാഗങ്ങൾ ഉണ്ടാകും, സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടാകും. ആളുകൾ ഇങ്ങനെ പറയും ലോകം മുഴുവനും ഒറ്റപ്പെടുത്തും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് നമ്മുടെ നേർക്ക് നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദീൻ പറ്റുമ്പോൾ ഒരു ഭാഗത്തേക്ക് തിരിയാൻ പാടില്ല, വ്യതിചലനം ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ഖാദിയാനിൽപ്പെട്ടതാകുന്ന ഒരു സഹോദരൻ ഈ അടുത്തിടെ എന്റെ അടുക്കൽ വന്ന അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. ഞാൻ ചൊല്ലിക്കൊടുത്തു. ഖാദിയാനിയിലായിരുന്നു അദ്ദേഹം നിലകൊണ്ടിരുന്നത്. അഹമ്മദ് ഖാദിയാനിയാണ് അവസാനത്തെ പ്രവാചകർ എന്ന് വാദിക്കുന്നവർ. ഇസ്ലാമിൽ നിന്ന് പുറത്താണല്ലോ എല്ലാ ഇമ്മത്തുകളും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വാദിച്ച് നിലകൊള്ളുന്നവർ പെട്ടുപോവാണ്. ചിലരിങ്ങനെ പാരമ്പര്യമായി പെട്ടുപോകുന്നു. ചിലർ സോഷ്യൽ മീഡിയ നോക്കിയിട്ട് വിജ്ഞാനങ്ങൾ തേടുന്നു, അത് മാത്രമാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയല്ലല്ലോ ഇൽമു പഠിക്കേണ്ടത്. അൽ ഇൽമു യുഖദു മിൻ അഫ്വാഹിൽ അസാതീദി ലാ മിൻ ബുതൂനിൽ ഖുതുബി. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം നവവി തങ്ങൾ അദ്ദേഹം ശർഹുൽ മുഹദ്ദബിൽ മജ്മൂഇന്റെ ആമുഖത്തിൽ തുടക്കത്തിൽ രേഖപ്പെടുത്തുന്നു, ഇൽമു നീ പിടിക്കേണ്ടത് ആരിൽ നിന്നാണ്? പഠിച്ചെടുക്കേണ്ടത് ഉസ്താദുമാരുടെ വായിൽ നിന്നാണ്. അവർ കിതാബിൽ നിന്ന് അർത്ഥം വെച്ച് തരും, അത് നീ മനസ്സിലാക്കി പഠിക്കണം. ലാമിൻ ബുത്തൂനിൽ കുതുബ്, കിതാബിന്റെ ഉള്ളറകിൽ കിടക്കുന്നത് നീ നേരിട്ട് വായിച്ചാൽ, ഒരുപക്ഷെ അറബി എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് വായിച്ചാലും നീ പിഴച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു. അവനാണ് ഒരു സനദ് മുത്തസ്സിലാകണമെന്ന് പറയുന്നത്. ഉസ്താദുമാരിൽ നേരിട്ട് അറിവ് നമ്മൾ നുകരണം. അവർ പഠിച്ചത്, അവർ പറഞ്ഞു തരുന്നത് നല്ലതുപോലെ പഠിക്കണം. സംശയമുള്ളത് അവരോട് ചോദിച്ച് സംശയങ്ങൾ നമ്മൾ തീർക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. മുഅ്മിനിന്റെ അടയാളം 3 നമ്മൾ ചർച്ച ചെയ്തു. 4-മത്തത് ഖുർആൻ പറയുന്നു, അല്ലദീന യുഖീമൂനസ്സലാ, അല്ലദീന യുഖീമൂനസ്സലാ. മുഅ്മിനായ മനുഷ്യൻ നിസ്കാരമുള്ളവനാണ്. നിസ്കാരമുള്ളവനല്ല, നിസ്കാരം നിലനിർത്തുന്നവനാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. യഥാർത്ഥ മുഅ്മിൻ നിസ്കാരം നിലനിർത്തുന്നവനാണ്. മുഅ്മിനിന്റെ ക്വാളിറ്റികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടെങ്കിലേ മുഅ്മിനാവുകയുള്ളൂ. അങ്ങനെ മുഅ്മിനായാൽ മാത്രമേ അവൻ ഈമാനിന്റെ വക്താവുകയുള്ളൂ, അവൻ വിലായത്തി എത്തിച്ചവനാവുകയുള്ളൂ. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്. നമ്മൾ ചിന്തിക്കണം, നമ്മളിൽ എത്ര ആളുകളുണ്ട് സമൂഹത്തിൽ ഇന്ന് നിസ്കാരമില്ലാതെ നടക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ ധാരാളമുണ്ട്. ഞാൻ വിലായത്തിന്റെ മർത്തബയാണ്, എത്തിച്ചവനാണെന്ന് പറഞ്ഞ് വാദിക്കുന്നവർ. അഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
വിലായത്തിന്റെ മർത്തബ എത്തിച്ചു എന്ന് വാദിക്കാൻ നിസ്കാരമില്ല. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അവസാന കാലഘട്ടം അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ നേരെ കാണേണ്ടി വരും, ഉറപ്പ് തന്നെയാണ്. ചില ആളുകൾ ചില ദിക്ർ മാത്രം കൊടുക്കും, എന്നിട്ട് ഈ ദിക്ർ അങ്ങ് ചൊല്ലിക്കോ, നിസ്കാരം ഒന്നും വേണ്ട. അങ്ങനത്തെ കള്ളത്തൊരീക്കത്തുകൾ, വ്യാജ ജിന്നപ്പമാര് വരെ ഇന്ന് കേരളക്കരയിൽ ധാരാളം കുമിച്ചു കൂടുകയാണ്. ഇഷ്ടം പോലെയുണ്ട്, ഒന്നും രണ്ടും ഒന്നല്ല, എല്ലാ സ്ഥലത്തും നിൽക്കാൻ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് വ്യാജന്മാരെ നല്ലതുപോലെ തിരിച്ചറിയണം. ഈ ഉമ്മത്ത്, സമൂഹം നല്ലതുപോലെ തിരിച്ചറിയണം. സമസ്തയുടെ സമുന്നതരാകുന്ന പണ്ഡിത നേതൃത്വങ്ങളെ പരിപൂർണമായി നമ്മൾ അനുസരിക്കണം. അവരെന്ത് പറയുന്നത് പരിപൂർണമായി നമ്മൾ ശ്രദ്ധ ചെലുത്തി കേൾക്കണം. യഥാർത്ഥ സമുന്നതരായ ആലിമീങ്ങളുടെ കീഴിൽ നമ്മൾ അണിനിരക്കണം. ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ മോശപ്പെട്ട വർത്തമാനങ്ങൾ കേട്ട് നമ്മൾ പിന്തിരിഞ്ഞു പോകാൻ പാടില്ല. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യഖ്ബിലുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ ഉയർത്തപ്പെടുന്നത്, അറിവിനെ അല്ലാഹു ഉയർത്തപ്പെടുന്നത് ഒരിക്കലും അല്ലാഹു ഇൽമിനെ ഒറ്റ അടിക്ക് ആകാശത്തേക്ക് ഉയർത്തുകയല്ല. ഇൽമിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്തിൽ ആകാശത്തേക്ക് ഇൽമ ഒന്നായിട്ട് അങ്ങ് ഉയർത്തുക എന്നല്ല. വലാകിൻ യഖ്ബിലുൽ ഇൽമ ബിഖബ്ലിൽ ഉലമാഇ, സമുന്നതരാകുന്ന ആലിമീങ്ങളെ, ഔലിയാക്കളെ, മഹത്തുക്കളെ മരിപ്പിക്കലിലൂടെയാണ് അല്ലാഹു ഇൽമിനെ ഉയർത്തുക. ഹബീബ് റസൂലുള്ളാഹി. വലിയ വലിയ ആലിമീങ്ങൾ ഇല്ലാതാകും, മരണപ്പെട്ടു പോകും, വഫാത്തായി പോകും. എത്രയെത്ര സമുന്നതരായ ആലിമീങ്ങൾ നമുക്കിടയിൽ നിന്ന് വഫാത്തായി. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഇൽമിനോളം പിന്നീട് ശേഷം വരുന്ന ഒരു ആലിമിനും ഉണ്ടാവൂല. അത് ഉറപ്പ് തന്നെയാണ്, തീർച്ച തന്നെയാണ്. നമ്മൾ നേരെ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. അവരുടെ അറിവോളം മറ്റൊരു വ്യക്തിക്കും സാധ്യമാകുകയുമില്ല. കാരണം അവർ കണ്ടുമുട്ടിയ മശായിഖന്മാരെ പിൽക്കാലത്ത് വന്നുള്ളവർ കണ്ടുമുട്ടാൻ സൗകര്യപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. നേടിയെടുത്ത ഇൽമിനോളം വരൂല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ ഉയർത്തുന്നത് അതോടുകൂടി ഇൽമിനെ ഉയർത്തപ്പെടുകയാണ്. റസൂലുള്ളാഹി പറയാൻ, എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഹത്താ ഇത്തഖദൻ നാസു റൂസൻ ജുഹാല, ജനങ്ങൾ അവരുടെ നേതൃത്വമായി കൊണ്ടുവരുന്നത് തീർത്തും വിവരം കെട്ടതാകുന്ന ആളുകളെയാണ്, അറിവില്ലാത്ത ആളുകളെയാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അറിവില്ലാത്ത ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും. അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? തങ്ങൾ പറയുകയാണ്, അവരോട് മസലകൾ ചോദിക്കപ്പെടുകയാണ്. അറിവില്ലാത്തത് കൊണ്ട്, വിവരമില്ലാത്ത കാര്യം കൊണ്ട് അവർ ജനങ്ങൾക്ക് ഫത്വ നൽകുമേ. അവരും പിഴക്കുകയാണ്. അവർ ജനങ്ങളെ പിഴപ്പിക്കാൻ കാരണമാകുകയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നേരെ കാണുകയല്ലയോ? മഖാമിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ആയിരക്കണക്കിന് സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, കള്ളമശായിഖന്മാരും കള്ള ചിന്നമ്മമാരും ചിന്നപ്പമാരും കൂടിയിരിക്കുന്ന കാലഘട്ടമാണ്, വല്ലാതെ അധികരിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. യഥാർത്ഥമാകുന്ന സമസ്തയുടെ സമുന്നതനാകുന്ന പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇത്തഖദന്നാസു റൂസൻ ജുഹാല, കയ്യിൽ മുഴുവനും 50 മോതിരമിട്ടുകൊണ്ട് നടക്കുന്നതായ ഏതെങ്കിലും പച്ച ചാള് ധരിച്ചിട്ടുള്ള വക്താക്കളെ കാണുമ്പോ കൈമുത്തുവാനും അവരാണ് ഏറ്റവും വലിയ വക്താവാണ്, ദീനിന്റെ ആളുകളെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആളുകൾ പുറകോട്ട് കൂടുകയാണ്. നഊദു ബില്ലാഹ്. ജിന്നമ്മമാരെയും ജിന്നപ്പമാരെയും അത്തരത്തിലുള്ള വ്യാജ സിദ്ധന്മാരെയും തിരിച്ചറിയണേ. ഹബീബുനാ റസൂലുള്ളാഹി ഒരു വിവരവുമില്ലാത്ത ആളുകളെ പിടിച്ചുകൊണ്ട് ജനങ്ങൾ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും.
അവരോട് മസ്അല ചോദിച്ച ഉടനെ മറുപടിയും കിട്ടും. അങ്ങനത്തെ ആളുകൾ യഥാർത്ഥ തഖ്വയുള്ള ആലിമീങ്ങളാണെങ്കിൽ അവർക്കറിയില്ല എങ്കിലും നോക്കിയിട്ട് പറയാമെന്ന് പറയും. ഇവരങ്ങനെയല്ല, വായി തോന്നുന്നതൊക്കെ പറയാൻ, എല്ലാം ഫത്വയാണ്, എല്ലാം ഫത്വ ഉറപ്പടിക്കും. അതിലൂടെ ഉണ്ടാകുന്ന നാശം എന്താണ്? അവരും പിഴയ്ക്കുന്നു, സമൂഹത്തെ അവരും പിഴപ്പിക്കുകയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സമൂഹത്തെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ വാചാലതയ്ക്ക് നിങ്ങൾ മുഖവില കൊടുക്കരുതേ, ശ്രദ്ധിക്കണേ എന്ന് ഹബീബ് റസൂലുള്ളാഹി. ശ്രദ്ധിക്കണം, സമൂഹം വളരെയേറെ ജാഗരൂകരാകണം. നിസ്കാരമില്ലാത്തതായ ആളുകളെ, വ്യാജസിദ്ധന്മാരെ, ശൈഖന്മാരെ നമ്മൾ പിന്തുടരാൻ പാടില്ല. ഇന്ന് എവിടെയെങ്കിലും ചേർന്നാൽ മതി, ഏതെങ്കിലും ഒരു തരീഖത്തിൽ എത്തിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് സമൂഹം. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ആദ്യം തിരുസുന്നത്തുകൾ, പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും സഹോദരങ്ങളെ. മൂത്രമൊഴിക്കാൻ കയറുമ്പോൾ ഇടതുകാല് വെച്ചുകൊണ്ട് ബാത്റൂമിൽ കയറാൻ ശ്രദ്ധിക്കാത്തവർ, തലമറയ്ക്കാൻ ശ്രദ്ധിക്കാത്തവർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്നുള്ള ദുആ ഓതാൻ ശ്രദ്ധിക്കാത്തവർ, ഇറങ്ങുന്ന സമയത്ത് ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നി അൽ അദാ വഅഫാനി എന്നുള്ള പ്രാർത്ഥന പരിപൂർണമായി ചൊല്ലുകയും വലതുകാല് വെച്ചുകൊണ്ട് ഇറങ്ങുന്ന വിഷയത്തിൽ ശ്രദ്ധ ചെലുത്താത്തവരൊക്കെ ഇന്ന് തരീഖത്ത് എടുത്തുകൊണ്ട് പോവാൻ എന്ന് പറഞ്ഞാൽ വേണ്ട സുന്നത്തുകളൊന്നും ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. എത്രയോ സുന്നത്തുകൾ ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്, ഇതൊന്നും ശ്രദ്ധിക്കാനില്ല. എങ്ങനെയെങ്കിലും തരീഖത്ത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കാൻ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. പണ്ട് കാലം മുതലേ ഉലമാക്കൾ പറയുന്നതാണ് വ്യാജന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്ന്. പക്ഷേ നമ്മുടെ സമൂഹം ഇന്നും അതിൽ പെട്ടുപോയാൽ ആർക്ക് കീഴിലും നൂറുകണക്കിന് ആളുകൾ ഉണ്ടാകുന്ന കാലഘട്ടം. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ സമ്പത്ത് ആത്മീയമായി ചൂഷണം ചെയ്യപ്പെടുകയാണ്, മോശപ്പെട്ട തലത്തിലേക്ക് പോയിക്കൊടുകയാണ്. നമ്മൾ ദീനിന് വേണ്ടി നിലകൊള്ളുന്നവരാകണം. നമസ്കാരം നിലനിർത്തുന്നതാകുന്ന സ്വാലിഹീങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കണം. അതല്ലേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്, വലി എന്നതിന്റെ നിർവചനം നമ്മൾ അറിയണം. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബ മാ യുംകിനു അൽ മുവാദിബു അല ത്വആത്ത് അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാതി മിനൽ ലഹവാതി വശഹവാതി വൽ അഫ്വാത്ത്. യഥാർത്ഥ വലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് നല്ലതുപോലെ അറിവുള്ളതാകുന്ന വ്യക്തിക്ക് വലി എന്ന് പറയുള്ളൂ. എന്ത് ചോദിച്ചാലും കറകളഞ്ഞ മസല നല്ല വൃത്തിയായി പറയുന്നതാകുന്ന വക്താവ്. ഇന്ന കിതാബിൽ ഇത്രാമത്തെ പേജിൽ ഇന്ന സ്ഥലത്ത് കിടപ്പുണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ പോലെ, അവിടുത്തെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവനെ പോലെ ഇന്നടത്ത് ഇന്ന പേജിൽ ഇന്ന കിതാബിൽ ഇത്രാമത്തെ വരിയിൽ ഇന്ന മസല കിടപ്പുണ്ട് എന്ന് പറയാൻ സാധിക്കും. അവിടെയാണ് നമുക്ക് വലിയ രക്ഷ. എന്റെ വല്യപ്പ ബഹുമാനപ്പെട്ട തൽവാ ഉസ്താദ് അവിടുന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മസലകൾ പരസ്പരം ധാരാളം സംസാരിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുമായി. അങ്ങനെ ചോദിക്കുമ്പോ ചിലപ്പോൾ ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പറയും, തഴവേ അത് ഇന്ന കിതാബിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ഇത്രാമത്തെ പേജിൽ ഇന്ന വരിയിൽ കിടപ്പുണ്ട് എന്ന് വരെ എടുത്തു പറയും ബഹുമാനപ്പെട്ടവർ എന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്. അള്ളാഹു ഇരുവരുടെയും ദറജ ഉയർത്തുമാറാവട്ടെ. ഓർക്കണം, നിങ്ങൾ ഇന്ന കിതാബിൽ എന്ന് പറഞ്ഞതല്ല. ഇപ്പൊ കുളിയുടെ ഒരാൾ മസല വെച്ചോ പറയാം അത് ഫത്തുൽ മീനുണ്ട്, ഇപ്പൊ അതിനകത്തല്ലാതെ ഉറപ്പല്ലേ കർമ്മശാസ്ത്രങ്ങളിൽ, അങ്ങനെ പറഞ്ഞ ഒഴിയല്ല. ഇന്ന കിതാബിൽ ഈ വിഷയം ഇത്രാമത്തെ പേജിൽ ഇന്ന വരിയിൽ ഇന്നെടുത്ത് കിടപ്പുണ്ട് എന്നെടുത്തു പറയും. അല്ലാഹ് അത് ഇന്നതാണ് മസല എന്നതിന്റെ തഹഖീഖായ മസലകൾ തന്നെ പറയും. അങ്ങനെയുള്ള മഹാന്മാർ അവരാണ് വലിയ അൽ ആരിഫു ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് യഥാർത്ഥമായി അറിഞ്ഞിട്ടുള്ളതാകുന്ന മഹത്തുക്കൾ. മനസ്സിലാക്കണം. നമ്മൾ 33 വർഷം വിശുദ്ധമായ ദീൻ പഠിച്ചവരല്ലേ മഹാനായ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. 33 വർഷം ഉസ്തു ബഹറൽ ഉലൂമി മിൻ കുല്ലി ഫാനി സിർതു ഫിൽ അശ്രി ഔഹാദൽ ഉലമാഇ. കാലഘട്ടത്തിലെ ഒറ്റമൊത്തായിട്ട് ഞാൻ നിലകൊണ്ടു, എല്ലാ ഫന്നുകളും ഞാൻ പഠിച്ചെടുത്തു എന്ന് ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുകയാണ്. 33 വർഷം അല്ലാഹ് ഇൽമു പഠിക്കുക.
അവരൊക്കെയാണ് ഇൽമിന്റെ വഴിത്താരയിലൂടെ ജീവിച്ചവർ. 40 വർഷം ദറസ് നടത്തി 30 വർഷത്തോളം 33 വർഷത്തോളം ദീൻ പരിപൂർണമായി പഠിച്ചെടുക്കാൻ വേണ്ടി നിലകൊണ്ടു. 33 കൊല്ലം ഇൽമ പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചു. അല്ലാഹ്, ഇപ്പൊ എത്രത്തോളം വലിയ ഇൽമാണ് അവർ പഠിച്ചത്. എന്നാൽ ഇൽമ പഠിച്ചാൽ തീരുവോ? വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് നൽകപ്പെട്ട അറിവ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്നാലും തീരുന്നില്ല. അല്ലാഹു നബി തങ്ങളോട് പറഞ്ഞു, നബി തങ്ങളെ തങ്ങൾ ചോദിക്കണം, റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമിനെ നീ അധികരിപ്പിച്ചതാ എന്ന് ചോദിക്കണം. ആരോട് പറഞ്ഞു? പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. നമ്മളടക്കം അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. റബ്ബി സിദ്നി ഇൽമ, റബ്ബി സിദ്നി ഇൽമ. എന്തുകൊണ്ട്? ലോകത്തെ പിഴപ്പിക്കുന്ന ആളുകൾ അധികരിച്ചു വരുന്ന കാലഘട്ടം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ അടിയുറച്ചു നിൽക്കണം. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം. മുമ്പ് പിഴച്ചു പോകുന്ന ഒന്നില്ലെങ്കിൽ ഒരു ബിദ്അത്തിന്റെ വക്താവാകുമെന്നുള്ള ചിന്തയിലായിരുന്നു. ഇന്ന് മതം പോലുമില്ലാത്ത, അല്ലാഹുമില്ല, അവന്റെ റസൂലുമില്ല എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലേക്ക് പോകുന്ന അവസ്ഥാവിശേഷമാണ്. അവിടെയാണ് പേടിക്കേണ്ടത്, കൂടുതൽ ഭയക്കേണ്ടത്. നമ്മുടെ ആഖിബത്തിനെ നമ്മൾ തന്നെ ഭയക്കണം. അതുകൊണ്ടാണ് 5 വഖത്ത് നിസ്കാരത്തിൽ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഏതാണത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതാണ് ആകെയുള്ള ദുആ ഫാത്തിഹയിലെ. ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീർ അൻവാറു തൻസീൽ വ അസ്റാർ തഅ്വീൽ എന്ന തഫ്സീർ ബൈലാവിയുടെ നാമം അതാണ്. അദ്ദേഹം അതിന്റെ തുടക്കത്തിൽ, ഫാത്തിഹയുടെ തുടക്കത്തിൽ 13 പേരുകൾ ബഹുമാനപ്പെട്ടവർ കൊണ്ടുവരുന്നുണ്ട് ഫാത്തിഹ സൂറത്തിന്. അതിനൊരു പേര് ബഹുമാനപ്പെട്ടവർ ഇട്ടത് സൂറത്തു ദുആഇ എന്നാണ്. ഫാത്തിഹയുടെ ഒരു നാമം, അതിന്റെ ഒരു പേര് തന്നെ എന്താണ്? പ്രാർത്ഥനയുടെ സൂക്തം. എന്താണ് പ്രാർത്ഥന? ആകെയുള്ള ഫാത്തിഹയിലെ പ്രാർത്ഥന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ കഴിഞ്ഞാൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗ്ഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാഹ്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. അതാണ് ദുആ. ഹിദായത്ത് ചോദിക്കാൻ. കാരണം ഇത് നിസ്സാര കാര്യമല്ല എന്നർത്ഥം. അതിനാ ഞാൻ പറഞ്ഞത്, 5 നേരം നിസ്കരിക്കണം. ഇത് നിസ്കരിക്കാത്തവൻ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകും, ഉറപ്പാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. 5 വഖത്ത് നിസ്കരിക്കുന്നവനേ ഉള്ളൂ 17 റക്അത്തുകളിലൂടെ അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് എന്നെ നീ എത്തിക്കണേ അല്ലാഹ്, എനിക്ക് ഹിദായത്ത് നൽകണേ അല്ലാഹ്. സുബഹിക്ക് അവൻ ഖുനൂത്തിലൂടെ ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത, നീ സന്മാർഗത്തിലാക്കിയവരുടെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കണേ അല്ലാഹ്, എനിക്ക് ഹിദായത്ത് നൽകണേ അല്ലാഹ്. ഇതൊരു സാധാരണ വിഷയമല്ല. കാരണം ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസം അവന് ചോദിക്കൽ നിർബന്ധമായ ഒരൊറ്റ ദുആയേ ഉള്ളൂ. ബാക്കി ഖുർആനിലുള്ള സർവ്വ ദുആകളും സുന്നത്താണ്. 5 നേരം 17 പ്രാവശ്യം ഒരു മുഅ്മിൻ ദിനേന ചോദിക്കൽ നിർബന്ധമായ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഹിദായത്താണ്, ഹിദായത്താണ് വിശുദ്ധമായ ഖുർആൻ. ഈ ഹിദായത്തില്ലെങ്കിൽ എല്ലാം പോയി, എല്ലാം പോയി. 5 നേരം ചോദിക്കൽ ഇത് തന്നെയാണ്, നിർബന്ധമാണ്. ഫാത്തിഹ സൂറത്ത് ശാഫി മദ്ഹബിൽ ഇമാം ഓതണം, മഅ്മൂം ഓതണം. അല്ലാഹ് അല്ലേ, ഓതണ്ടേ? തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ പോലും ആരോ ഓതണം? ഇമാം ഓതണം, മഅ്മൂം ഓതണം, ഫാത്തിഹ ഓതണം. എപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 നിസ്കാരത്തിലും ഫർളിൽ ചോദിക്കുന്നുണ്ട്, സുന്നത്തിലും ചോദിക്കുന്നുണ്ട്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. കാരണം ഇത് നിസ്സാര വിഷയമല്ല, തെന്നിച്ചു കളയാം. അതുകൊണ്ടല്ലേ ഏറ്റവും ശ്രേഷ്ഠമായ സമയം റമദാൻ. ആ റമദാനിന്റെ അവസാനത്തേതാകുന്ന 15 ദിവസങ്ങളിൽ വിത്ർ നിസ്കരിച്ചിട്ട് ലാസ്റ്റ് റക്അത്തിൽ നീ ചോദിക്കുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനാ അല്ലാഹുമ്മ ഇഹ്ദിനാ ഫീമൻ ഹദൈത. ചോദിക്കലില്ലേ? ഖുനൂത്ത് ഓതലില്ലേ? ഓതലുണ്ട്. ഇത് നിസ്സാര വിഷയമല്ല, പോയാ പോയി. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളെ നീ വഴിപിഴപ്പിക്കല്ല അല്ലാഹ്, വഴിപിഴപ്പിക്കല്ല അല്ലാഹ്. എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവൻ നിസ്കാരം വേണം. നിസ്കാരം ഉണ്ടെങ്കിൽ അവൻ ഹിദായത്ത് രൂഢമൂലമാകുകയുള്ളൂ. അതാണ് പറഞ്ഞതിന്റെ സാരാംശം. നിസ്കാരം നിലനിർത്തുന്നവനെ ആരാകുകയുള്ളൂ?
യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. മുഅ്മിനായാലേ അവൻ ആരാകുകയുള്ളൂ? യഥാർത്ഥമാകുന്ന വിനായത്തിന്റെ മർത്തബയിലേക്ക് എത്തുകയുള്ളൂ. മനസ്സിലാക്കണം. നമ്മളൊക്കെ മുഅ്മിൻ എന്ന് പറയും. മുഅ്മിനിന്റെ ക്വാളിറ്റി ഇതൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മൾ റമദാൻ കഴിഞ്ഞിട്ട് പിന്നീട് പള്ളി കയറാത്ത ആളുകളായി നമ്മളിൽ പലരും മാറിയിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിന്നീട് പള്ളിയില്ല, ജുമുഅയ്ക്കില്ല, ജമാഅത്ത് പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥ. റമദാനിൽ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നവരെ തന്നെ അവന്റെ അമലുകൾക്ക് സ്വീകാര്യത ഉണ്ടായി, ലൈലത്തുൽ ഖദർ കണ്ടുമുട്ടിയവനായി എന്നുള്ളതിന്റെ അടയാളം പിൽക്കാലത്തുള്ളവന്റെ ജീവിതം കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മഹാന്മാര് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ്. ഒരാൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടി, അല്ലെങ്കിൽ റമദാൻ കണ്ടുമുട്ടി, റമദാൻ കൊണ്ട് വിജയിച്ചു എന്ന് മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ്? റമദാനിന് ശേഷമുള്ളവന്റെ ജീവിതം കണ്ടിട്ട്. റമദാൻ കഴിഞ്ഞിട്ട് കാട്ടറായി അടിച്ച് നടക്കുകയാണ്, പള്ളി കയറുന്നില്ല, നിസ്കാരമില്ല, പോയില്ലേ? അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. തീർന്നില്ല. വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ. അഞ്ചാമത്തെ ക്വാളിറ്റി ഖുർആൻ പറയുകയാണ്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകിയതാകുന്ന സമ്പാദ്യത്തിൽ നിന്ന് അവർ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ്. ആലിമീങ്ങൾക്ക് വേണ്ടി, മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, യതീംഖാനകൾക്ക് വേണ്ടി അവർ ചെലവഴിക്കുന്നവരാണ്. പാവങ്ങളുടെ കണ്ണീരപ്പാൻ ചെലവഴിക്കുന്നവരാണ്. നിരാലംബർക്ക് അവലംബമാകാൻ ചെലവഴിക്കുന്നവരാണ്. നിരാശർക്ക് ആശ്രയത്വം കൊടുക്കാൻ ചെലവഴിക്കുന്നവരാണ്. നാമാണ് അവർക്ക് നൽകിയതെന്നുള്ള ഉറച്ച വിശ്വാസത്തിന്മേൽ നിലകൊള്ളുന്നവരാണ്. ആ സമ്പത്തിൽ അർഹതമാകുന്ന സമ്പാദ്യം പാവങ്ങളുടെ കണ്ണീരപ്പാൻ ചെലവഴിക്കുന്നവരാണ്. സക്കാത്ത് കൊടുക്കും, സദഖ കൊടുക്കും, എല്ലാ നിലയിലും ദാനധർമ്മശീലം നടത്തുന്നവരാണ്. 5 കാര്യങ്ങൾ പറഞ്ഞു. ഇവനാണ് എന്ത്? മുഅ്മിൻ. ഇവനാണ് മുഅ്മിൻ. അങ്ങനെ ആയെങ്കിൽ മാത്രമേ അവൻ ആരാകുകയുള്ളൂ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ യഥാർത്ഥ സച്ചരിതരാകുന്ന അടിമകളാകുന്ന വിലായത്തിന്റെ മർത്തബയെ എത്തിച്ചതാകുന്ന മഹാന്മാര് അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ പറഞ്ഞ 5 ക്വാളിറ്റികൾ ഉള്ളവർ. അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം വിറങ്ങലിക്കുന്നവർ. ഖുർആനിന്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ അത് കേട്ടുകഴിഞ്ഞാൽ ഈമാൻ വർദ്ധിക്കുന്നവർ. റബ്ബിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവർ. എന്ത് വിഷയവും അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുന്നവർ. സാമ്പത്തികമായ പരാധീനതകൾ വന്നു, ശാരീരികമായ നാശനഷ്ടങ്ങൾ വന്നു, ഒക്കെ അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുന്നവർ. നമസ്കാരം നിലനിർത്തുന്നവർ. നിസ്കരിക്കുക എന്നല്ല, നമസ്കാരം നിലനിർത്തുന്നവർ. അവനാണ് മുഅ്മിൻ. അവനെ മുഅ്മിന് പറയാൻ പറ്റുള്ളൂ. തീർന്നില്ല. നാം നൽകിയുന്ന സമ്പത്തിൽ നിന്ന് പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ അവർ മുഅ്മിനാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു അവനാണ് മുഅ്മിൻ. വെറുതെ പറയല്ല. അടുത്ത ആയത്ത്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ, ലഹും ദറജാതുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറതുൻ വറിസ്ഖുൻ കരീം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിലൂടെ ഉറപ്പെടുത്തുകയാണ്, ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ. ഈ പറയുന്ന 5 ക്വാളിറ്റികളുള്ളതായ ആളുകൾ അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് അറിയണേ. അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അവരല്ലാത്തതാകുന്ന ആളുകൾ ഒരാൾ പോലും യഥാർത്ഥ മുഅ്മിനല്ല. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖാ, ലഹും ദറജാതുൻ ഇൻദ
റബ്ബിയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ സമുന്നതമാകുന്ന പദവികൾ നൽകുകയാണ് വമഗ്ഫിറതു വറിസ്ഖുൽ കരീം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകുന്നതാണ് ഉന്നതമായ കൂലി അല്ലാഹു നൽകുന്നതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ 5 ക്വാളിറ്റികൾ മേളിച്ചവർക്കാണ് മുഅ്മിൻ എന്ന് പറയുക. അങ്ങനെ യഥാർത്ഥ മുഅ്മിനീകളായെങ്കിലേ ഔലിയാക്കളിൽ പെടുകയുള്ളൂ, അതിന്റെ ഒരു ഭാഗമാകുകയുള്ളൂ. തീർന്നില്ല, രണ്ടാമത്തെ ഭാഗം കൂടിയുണ്ട്. വകാനു യത്തഖൂൻ. അല്ലാഹ് ആരുകൂടിയാവണം? മുത്തഖി കൂടിയാവണം. നമ്മളിന്ന് വേറൊന്നുമില്ല, ഖുർആൻ മാത്രം ബേസ് ചെയ്ത് പോവാൻ സമയമില്ല. നിങ്ങൾ ഒരുപാട് ഹദീസിലേക്കൊക്കെ കടക്കണം, വിശാലമായി പറയേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട്. വകാനു യത്തഖൂൻ ആരുകൂടിയാവണം? മുത്തഖിയാവണം. ആരാ മുത്തഖി? മുത്തഖിക്ക് ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പല ഭാഗങ്ങളിലായി. ഇന്നതെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. ഒറ്റ വാക്കിൽ ഉലമാക്കൾ വിവക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു കൽപ്പിച്ചത് എടുക്കുകയും പരിപൂർണമായി എടുക്കുകയും അള്ളാഹു വിരോധിച്ചതിനെ പരിപൂർണമായി ഒഴിവാക്കുകയും ചെയ്യണം. ഒറ്റ വാക്കിൽ ഇംതിസാലുൽ അവാമിരി വജിത്തിനാബുൻ നവാഹി. അത് നമ്മൾ സാധാരണ കേട്ട് പരിചയതാണ്. എന്നാൽ അത് മാത്രമല്ല, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. സൂറത്തുൽ ബഖറ, അല്ലാഹു അൽ ബഖറയിൽ പറയുന്നത് ഇപ്രകാരമാണ്. എന്താണ് മുത്തഖി? ശരിക്കും കേൾക്കണേ, വിശുദ്ധമായ ഖുർആനാണ്. ഈ ഖുർആൻ മുത്തഖീങ്ങൾക്ക് സന്മാർഗം നൽകുന്നതായ ഗ്രന്ഥമാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് മുത്തഖി. അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് മുത്തഖി. അല്ലാഹുവിനെ കൊണ്ടും അവന്റെ റസൂലിനെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും ഈ കാര്യങ്ങളെ കൊണ്ട് പരിപൂർണമായി വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുത്തഖി എന്ന് വിശുദ്ധമായ ഖുർആൻ. വയുഖീമൂന സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവനാ മുഅ്മിനിന്റെ അടയാളവും അത് തന്നെ അല്ലാഹു രേഖപ്പെടുത്തിയതാണ്. മുത്തഖിയുടെ അടയാളവുമായി അല്ലാഹു പറയുന്നത് വയുഖീമൂന സ്വലാത്ത്, നമസ്കാരം നിലനിർത്തുന്നവരാണ്. തീർന്നില്ല. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകുന്നതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാണ് മുത്തഖി എന്ന് വിശുദ്ധമായ ഖുർആൻ. ഇതിൽ 2 കാര്യങ്ങൾ അല്ലാഹു നേരത്തെ പറഞ്ഞതാണ്. എവിടെ? മുഅ്മിനിന്റെ അടയാളങ്ങളിൽ പറഞ്ഞതാണ്. നിസ്കാരം നിലനിർത്തുക, അതുപോലെ തന്നെ നാം നൽകിയ സമ്പത്തിൽ നിന്ന് പാപങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. അതിവിടെയും പറഞ്ഞിട്ടുണ്ട്. തീർന്നില്ല, ഇനിയുണ്ട്. മുത്തഖിക്ക് പല ഭാഗങ്ങളിലുണ്ട്. 1-2 ആയത്ത് പറയാം, ഇവിടെ ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹാ السماوات والأرض وعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله
വലം യുസ്റൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ക്വാളിറ്റികൾ രേഖപ്പെടുത്തുകയാണ്. 4 കാര്യങ്ങൾ. മുത്തഖിയാവണം. ഇതുകൂടി കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് പിരിയാൻ സമയമുണ്ടോ? ഇരിക്കൂലല്ലേ? 10 മിനിറ്റ് കൂടി ഇരിക്കുന്നുള്ളവരൊന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ. ആ, ഈ തിരുവനന്തപുരത്ത് നിന്ന് അല്ലേ? തിരുവനന്തപുരം എവിടെയായിരുന്നു? മണക്കാട്. ദുനിയാവിന്റെ അങ്ങേയറ്റത്തെന്ന് പറയാം. തജ്വീദിന്റെ നിയമം വരുമ്പോൾ പറയല്ലോ, പല്ലിന്റെ അങ്ങേയറ്റം ആക്കിന്റെ ഇങ്ങേയറ്റം എന്ന് പറഞ്ഞ പോലെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ ആത്മീയ സദസ്സുകളിലും ഉണ്ടാവുന്ന ഒരു സഹോദരനാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പ്രശ്രദ്ധിക്കണം എല്ലാവരും. വേഗം തഖ്വ മുത്തഖി ആരാണെന്നുള്ളത് ഖുർആൻ ശരിക്കും ശ്രദ്ധിക്കണം. بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين أعدت للمتقين. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ആകാശഭൂമികളുടെ വിശാലതയുള്ളതാകുന്ന സ്വർഗ്ഗത്തിലേക്ക്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതിയാവണേ, നിങ്ങൾ ഉളരണേ, ധൃതിയാവണേ, ഓടി വരണേ, ഓടി വരണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ആകാശഭൂമികളുടെ വിശാലതയുള്ളതാകുന്ന സ്വർഗത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിളിക്കുന്നത്. 7 ആകാശങ്ങൾ 7 ഭൂമി നിറയുമാറുള്ള മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വാതാരങ്ങളിലേക്ക് കടന്നു വരണേ, കടന്നു വരണേ, അതിനുവേണ്ടി തൗബ ചെയ്തുകൊണ്ട് കടന്നു വരണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഉഇദ്ദത ലിൽ മുത്തഖീൻ ഉഇദ്ദത ലിൽ മുത്തഖീൻ ഉഇദ്ദത ലിൽ മുത്തഖീൻ. ആ വിശാലമാകുന്ന സ്വർഗ്ഗം അല്ലാഹു തയ്യാർ ചെയ്തിരിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്, യഥാർത്ഥ പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന വക്താക്കൾക്കാണ്. ആരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലദീന യൂഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. നല്ല സമ്പത്തുള്ള സമയവും സമ്പത്തില്ലാത്തതാകുന്ന ഘട്ടവും സന്തോഷം വരുന്ന ഘട്ടമാണല്ലോ സമ്പത്തുള്ള ഘട്ടം, സങ്കടമുള്ള ഘട്ടമാണല്ലോ സമ്പത്ത് നഷ്ടപ്പെടുന്ന ഘട്ടം. ഈ 2 ഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുന്നവർ ആരുണ്ടോ അവർ യഥാർത്ഥ മുത്തഖീങ്ങളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. الذين ينفقون في السراء والضراء. സന്തോഷവേളകളിലും സന്താപവേളകളിലും പരിശുദ്ധമായ ദീനിനെ സഹായിക്കാൻ നിലകൊള്ളുന്നവരുണ്ടോ? ഉസ്താദ്, എന്റെ കയ്യിൽ ഇപ്പോൾ ടൈറ്റാണ്, ഞാൻ കൊറോണ വന്നതിൽ പിന്നെ ബിസിനസ് എല്ലാം വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരെ, നിന്റെ കയ്യിൽ നിന്ന് ഉള്ളതിന്റെ ഒരു ഭാഗം നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി ബാക്കി വെച്ചതിൽ നിന്ന് ഒരല്പഭാഗം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കണേ. നീ മുത്തഖീങ്ങൾ ഉൾപ്പെടാനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു അനുയായി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യ സദഖത്തി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും വലിയ സദഖ ഏതാണ് റസൂലേ, ഏറ്റവും വലിയ സദഖ ഏതാണ് ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാ, സഹാബ അൻത റജുലുൻ സഹീഹുൻ ശഹീഹുൻ തഅമലുൽ ഗിനാ വതഖശൽ ഫഖറ. നിന്റെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് നീ കുറഞ്ഞു പോകുമോ എന്ന് പേടിക്കുന്ന സമയമാണ്. ഒരൽപ്പം കൂടി സമ്പത്ത് എന്റെ കൈവെള്ളയിലേക്ക് കിട്ടിയാൽ എനിക്ക് സന്തോഷമാണ് എന്ന് നീ കരുതുന്ന സന്ദർഭം, ആ സമയത്തുള്ള കൊടുക്കലാണ് ഏറ്റവും വലിയ സ്വതഖ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി
പഠിച്ചു വെക്കേണ്ട പാഠമാണ്. മടവൂരിലേക്ക് ബഹുമാനപ്പെട്ട ശൈഖുനയുടെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്ന മുസ്ലിമത്തെ പഠിച്ചു വെക്കേണ്ട പാഠമാണ്. നീ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി കൊടുക്കുന്ന സദഖ ഏറ്റവും വലിയ മഹത്തരമാകുന്നത് എപ്പോഴെന്നറിയുമോ? നിന്റെ കയ്യിലുള്ള സമ്പാദ്യം കുറഞ്ഞു വരികയാണ്, ഉള്ളത് തീർന്നു പോകുമോ എന്ന് പേടിക്കുന്ന ഭയം കേൾക്കുന്ന സമയമാണ്. ഒരൽപ്പം കൂടി സമ്പത്ത് നിന്റെ കൈവെള്ളയിൽ കിട്ടിയാമെന്ന് നീ ആഗ്രഹിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് നീ കൊടുക്കുന്ന 10 രൂപയ്ക്ക് 100 രൂപയ്ക്ക് 500 വലിയ മൂല്യമുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരുപാട് സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്, അതിൽ നിന്നൊരൽപ്പം നീക്കി വെക്കുന്നത് വലിയ സമ്പത്താണ്, വലിയ കൊടുതിയാണ് എന്ന് പറയാൻ പറ്റൂല. ഉള്ളതിൽ നിന്ന് ദീനിനു വേണ്ടി ഏത് ഘട്ടത്തിലും കൊടുക്കാൻ തയ്യാറാകുന്നു. സന്തോഷവേളയിലും സന്താപവേളയിലും കൊടുക്കുന്നവരുണ്ട്. ആ സമയത്തുള്ള സദഖയാണ് മൂല്യവത്തായ സദഖയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല. യഥാർത്ഥ മുത്തഖി എന്ന് പറഞ്ഞാൽ വീണ്ടും രേഖപ്പെടുത്തുകയാണ്. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. ദേഷ്യം കടിച്ചമർത്താൻ സാധിക്കുന്നവരാരുണ്ടോ അവരാണ് മുത്തഖി എന്ന് വിശുദ്ധമായ ഖുർആൻ. ദേഷ്യമുണ്ടാവൂല, യഥാർത്ഥ വലിയാണ്. ഭയങ്കര ദേഷ്യം കാണിക്കുക, ആൾക്കാരുടെ മുന്നിൽ ഭയങ്കര പ്രഹസനം കാണിക്കുന്ന ചില വലിയകളുണ്ട്. ചപ്പാടും യഥാർത്ഥ വിലായത്തിന്റെ മർത്തബയിലാണെങ്കിൽ അവരാവശ്യമില്ലാതെ ദേഷ്യപ്പെടില്ല. ദീനിന്റെ വിഷയത്തിൽ ദേഷ്യം പിടിക്കും. അള്ളാഹുവിന്റെ വിഷയത്തിലുള്ള ഇഷ്ടം, അള്ളാഹുവിന്റെ വിഷയത്തിലുള്ളതാകുന്ന കോപം, അതല്ലാതെ വേറൊരു ദേഷ്യമില്ല. അതല്ലാതെ ഒരു ദേഷ്യം പിടിത്തില്ല. അനാവശ്യമായിട്ടുള്ള ദേഷ്യം പിടിക്കൽ അതില്ല. വളരെ ശ്രദ്ധിക്കും അവർ ശ്രദ്ധിക്കും. അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. നമ്മൾ ചെറിയ വിഷയങ്ങൾ മേല് ചൊടിക്കുന്നവർ, ദേഷ്യം പിടിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. സ്വന്തം കുടുംബത്തോട്, മക്കളോട്, ഭാര്യയോട്, സഹോദരങ്ങളോട് ഒക്കെ ദേഷ്യം പിടിക്കാൻ, ഒരു ചെറിയ വഴിയുടെ വിഷയത്തിൽ വഴക്കടിക്കുന്നവർ, ദേഷ്യം പിടിച്ച് നിലകൊള്ളുന്നവർ എത്ര നാളായി ആ ദേഷ്യമൊന്നും മാറിയിട്ടില്ല. റമദാനിൽ പോലും പിണങ്ങി നിൽക്കുന്നവർ. ലൈലത്തുൽ ഖദ്ർ എങ്ങനെ കണ്ടുമുട്ടി സഹോദരങ്ങളെ? നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടൂല. ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടൂല. കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവന് ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടൂല. മാതാപിതാക്കളെ തിരസ്കരിക്കുന്നവന് റമദാൻ ഒരിക്കലും വിജയപ്രദമാകൂല. സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങി നിൽക്കുന്നവർക്ക് ലൈലത്തുൽ ഖദ്റില്ല. റജുലാനി മുതസാരിമാനി, പരസ്പരം പിണങ്ങി നിൽക്കുന്നതാകുന്ന രണ്ട് സഹോദരങ്ങൾക്ക് ലൈലത്തുൽ ഖദ്ർ കണ്ടുമുട്ടാൻ പറ്റൂല. ഹബീബ് റസൂലുള്ളാഹി മനസ്സിലാക്കണം. ഇന്നത്തെ തലമുറയിൽ അത് ശ്രദ്ധിക്കുന്നില്ല. വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് ഞാൻ ഈ പറഞ്ഞത്. ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാഹ്, നീ സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാഹ്. എവിടെയാണ് തലമുറകൾ എത്തിപ്പോയത്? എവിടേക്കാണ് ഇന്നത്തെ തലമുറയുടേതാകുന്ന പോക്ക് എന്ന് ചിന്തിക്കണേ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടുപേര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാവണം. ദേഷ്യം പിടിക്കാൻ പാടില്ല. വൽ കാളിമീനൽ ഗൈള, ദേഷ്യം കടിച്ചമർത്തുന്ന ആളുകൾ. തീർന്നില്ല. വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്ന ആളുകൾ. എന്തെങ്കിലും തെറ്റ് വന്നുപോയി, അപ്പൊ വന്നിട്ട് പറയാ, ഞാൻ നിങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞുപോയി, അപവാദം പറഞ്ഞുപോയി, മോശപ്പെട്ട വർത്തമാനം പറഞ്ഞുപോയി, മാപ്പ് ചെയ്തു കൊടുക്കണം. നമ്മൾ പൊരുത്തപ്പെടൂല, ഖിയാമത്ത് വരെ പൊരുത്തപ്പെടൂല. അങ്ങനെ പറയുന്നവൻ എന്തല്ല? മുത്തഖിയല്ല. മുത്തഖി അല്ലെങ്കിൽ അവൻ ആരല്ല? വലിയല്ല. മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മാപ്പ് ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും മാപ്പ് ചെയ്തു കൊടുക്കുക. സൃഷ്ടാവായ തമ്പുരാൻ മാപ്പ് ചെയ്യാൻ റെഡിയാൻ. പിന്നെ സൃഷ്ടികളായ നമ്മൾ തമ്മിൽ എന്തിനെ പിണങ്ങണം? മാപ്പ് ചെയ്യണം.
ബഹുമാനപ്പെട്ടതാകുന്ന അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു മകനായ അലിയാർ തങ്ങളുടെ മകൻ ഹുസൈൻ അല്ല, ഇത് ഹുസൈൻ റളിയല്ലാഹു അൻഹു മകനാകുന്ന അലി എന്ന വ്യക്തി വലിയ മനുഷ്യനാണ്, സമുന്നതനായ വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരിക്കൽ തന്റെ അടിമ സ്ത്രീ അദ്ദേഹത്തിന് ഭക്ഷണം കൊണ്ടുവന്ന് തന്നപ്പോൾ കയ്യിൽ നിന്ന് അവരുടെ പാത്രം നിലത്തേക്ക് വീണുപോയി. അതിന്റെ ഒരു ചീള ബഹുമാനപ്പെട്ടവരുടെ മുഖത്ത് വന്ന് തറച്ചുപോയി. മുഖം ഒരൽപ്പം കീറിപ്പോയി, ഒരൽപ്പം ചെറിയൊരു പാട് വന്നു, രക്തം ഇങ്ങനെ വരാൻ തുടങ്ങി. തല ഇങ്ങനെ അദ്ദേഹം അവളിലേക്കൊന്ന് നോക്കി. ഉടനെ ജാരിയത്ത് അടിമ സ്ത്രീയാണ്, അവരുടനെ ഖുർആൻ നല്ലതുപോലെ അറിയാവുന്നവളാണ്. അവൾ ഉടനെ തന്നെ പറഞ്ഞു, ഇന്നല്ലാഹ യഖൂലു, അല്ലാഹു പറയുന്നുണ്ട്, വൽ കാളിമീനൽ ഗൈള, യഥാർത്ഥ മുത്തഖീങ്ങളുടെ അടയാളം ദേഷ്യം കടിച്ചമർത്തലാണ്. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ, ജോലിക്കാരിയാണ്, അടിമ സ്ത്രീയാണ്, പാത്രം നിലത്ത് വീണിട്ട് അതിൽ നിന്നൊരു ചീള്, അവരുടെ സൂക്ഷ്മത കുറവ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വന്നു, മുഖത്ത് വന്നിട്ട് മുറിവുണ്ടാക്കി, രക്തം ഇങ്ങനെ പൊടിയുന്നുണ്ട്. ദേഷ്യത്തോടുകൂടി നോക്കിയപ്പോ ഈ സഹോദരി ഓതിയ ഖുർആൻ, വൽ കാളിമീനൽ ഗൈള, ഖുർആനല്ലേ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു ദേഷ്യം കടിച്ചമർത്തുന്നവൻ മുത്തഖിയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖദ് ഖലംതു ഗൈളി, ഞാൻ എന്റെ ദേഷ്യം ഇതാ കടിച്ചമർത്തിയിരിക്കുന്നു. ഖുർആൻ പറഞ്ഞ അതേ വചനം അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണ് വീണ്ടും ഉടനെ പറഞ്ഞു, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നവൻ അവൻ മുത്തഖിയാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖദ് അഫൗതു അൻകി, ഞാൻ നിനക്ക് പുറത്തു വന്നിരിക്കുന്നു, പൊരുത്തപ്പെട്ടു വന്നിരിക്കുന്നു, പോട്ടെ വിഷയമില്ല എന്ന് പറഞ്ഞു. ഉടനെ ഈ പെണ്ണ് വീണ്ടും ആ ആയത്തിന്റെ ലാസ്റ്റ് ഭാഗം ഓതി, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടം വെക്കുന്നു എന്ന് അല്ലാഹു അതുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ടവർ ഉടനെ പറഞ്ഞു, നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു, നീ പൊയ്ക്കോ, നിന്നെ ഈ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രയാക്കി വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ മുഖത്ത് മുറിവേൽപ്പിച്ചതാകുന്ന അടിമ സ്ത്രീയെ പരിപൂർണമായി പുറത്തുവിടുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, അവരെ പരിപൂർണമായി പുറത്തുവിടാൻ പൊയ്ക്കോളാൻ പറയാണ്. അവർക്ക് അതിനുള്ളതാകുന്ന അവസരം കൊടുക്കുകയാണ്, സ്വതന്ത്ര സ്ത്രീയാക്കിയിട്ട് അവരെ വിടുവാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇന്നത്തെ തലമുറ നല്ലതുപോലെ ചിന്തിക്കേണ്ടതാണ്. ഒരു ചെറിയ വിഷയമുണ്ടാകുമ്പോൾ സ്വന്തം കുടുംബത്തെ എടുത്തടിക്കുന്നവർ, ഭാര്യ അടിക്കുന്നവർ, ശകാരിക്കുന്നവർ, കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവർ, പിണക്കമുണ്ടാക്കുന്നവർ, അത് പിന്നീട് വലിയ വഴക്കിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നവർ, ദേഷ്യത്തെ കടിച്ചമർത്താൻ നിലകൊള്ളുന്നു. തീർന്നില്ല, വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ്. അവസാനമായി നാലാമത്തെ ക്വാളിറ്റി അല്ലാഹു പറയുകയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. മുത്തഖിയായ മനുഷ്യനുണ്ടാകേണ്ട ക്വാളിറ്റി, അവസാനത്തെ ക്വാളിറ്റി ഖുർആൻ പറയുകയാണ്, പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ധാരാളം ക്വാളിറ്റികളെ പറ്റി ഖുർആൻ പറഞ്ഞിട്ട് ഖുർആനിൽ എടുത്തു പറയുകയാണ്, യഥാർത്ഥ മുത്തഖിയാകണോ, മുത്തഖിയായെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ വിലായത്തിലേക്ക് കടന്നു വരാൻ ചാൻസ് ഉള്ളൂ. എങ്കിൽ മുത്തഖിയായ മനുഷ്യനുണ്ടാകേണ്ട ക്വാളിറ്റി അള്ളാഹു പറയുകയാണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون.
ഈ ദുനിയാവിൽ അക്രമങ്ങൾ പ്രവർത്തിച്ചതായ ആളുകൾ, മോശപ്പെട്ട രീതിയിൽ തന്നെ ശരീരത്തെ കൊണ്ടുപോയിട്ടുള്ളതാകുന്ന ആളുകൾ, തെറ്റിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവർ, അന്യപെണ്ണിലേക്ക് നോക്കിപ്പോയവർ, അന്യപെണ്ണിലേക്ക് സംസാരിച്ചു പോയവർ, മോശമാകുന്ന സംസാര നാവ് കൊണ്ട് നടത്തിപ്പോയവർ, കൈകൊണ്ട് ഹറാമിലേക്ക് പിടിച്ചവർ, കാലുകൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടന്നു നീങ്ങിയവർ, ഹൃദയം കൊണ്ട് ഹറാമായ തലത്തിലേക്ക് ചിന്ത വെച്ചതായ ആളുകൾ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുകയാണ്, പടച്ച റബ്ബിനെ കുറിച്ച് ഓർക്കുകയാണ്. അവരുടെ പാപം പൊറുക്കാൻ വേണ്ടി പടച്ച റബ്ബിനോട് അവർ തേടുകയാണ്, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഹറാം കണ്ടുപോയി അല്ലാ, കാതുകൊണ്ട് ഹറാം കേട്ടുപോയി അല്ലാ, എന്റെ നാവ് കൊണ്ട് ഹറാമായ തലത്തിലേക്ക് ഞാൻ സംസാരം നടത്തിയിട്ടുണ്ട്. എന്റെ ഭർത്താവ് അറിയാതെ ഞാൻ ഇന്നതാകുന്ന കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തിപ്പോയി അല്ലാ, എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവ് അറിയാതെ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറയാക്കിക്കൊണ്ട് ഞാൻ എന്റെ കാമുകനുമായി രാത്രിയെ മറയാക്കി രഹസ്യമായി ഭാഷണം നടത്തിപ്പോയി അല്ലാ, എന്റെ ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോൾ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു പരപുരുഷനുമായി ഞാൻ ബന്ധം വെച്ചുപോയി അല്ലാ എന്ന പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളുണ്ട്. ഞാൻ കണ്ണുകൊണ്ട് ഹറാം കണ്ടുപോയി, ഞാൻ കൈകൊണ്ട് ഹറാം പിടിച്ചുപോയി, ഞാൻ കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടന്നു പോയിട്ടുണ്ട് അല്ലാ എന്ന് പറഞ്ഞ് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരയുന്നതായ ആളുകളുണ്ടോ? അവരാണ് മുത്തഖീങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ രീതിയിൽ ചെയ്തതാകുന്ന തെറ്റുകുറ്റങ്ങൾ പടച്ച റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് സദാസമയം അല്ലാഹുവിലേക്ക് കണ്ണീരൊലിപ്പിച്ച് നിലകൊള്ളുന്നവർക്ക് മാത്രമേ തഖ്വയുടെ മാനദണ്ഡമാകുന്ന വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ആ രീതിയിൽ ആയവരാണ് മഹാന്മാർ, ആ രീതിയിൽ കടന്നു വന്നവരാണ് ശൈഖുന അടക്കമുള്ളതാകുന്ന മഹാരഥന്മാരാകുന്ന സമുന്നതരായ ഉലമാക്കൾ. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് യഥാർത്ഥ ഈമാനിന്റെ വക്താക്കൾ ആരാണ് എന്നും യഥാർത്ഥ മുത്തഖീങ്ങൾ ആരാണ് എന്നും ഖുർആൻ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചതാണ്. അവർ മാത്രമാണ് യഥാർത്ഥമാകുന്ന വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയവർ. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഖുർആൻ സൂറത്തുൽ അൻഫാലിലൂടെ പറഞ്ഞതാകുന്ന മഹനീയമാകുന്ന ഈമാനിൻ്റെതാകുന്ന 5 ക്വാളിറ്റികൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഏതൊരു വ്യക്തിയുണ്ടോ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തിയിട്ടുള്ള തഖ്വയുടെ മാനദണ്ഡങ്ങളാകുന്ന ക്വാളിഫിക്കേഷനുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളതാകുന്ന വക്താക്കളാരുണ്ടോ, അവരാണ് അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ, അവരാണ് യഥാർത്ഥ അല്ലാഹുവിന്റെ ഔലിയാക്കളെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ രീതിയിലേക്ക് ക്വാളിറ്റി എത്തിക്കഴിഞ്ഞാൽ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്. ഈമാനിന്റെ ക്വാളിറ്റിയും വിശ്വാസത്തിൻ്റെതാകുന്ന ക്വാളിറ്റി ഒരുമിച്ച് കൂട്ടിയവർ, തഖ്വയുടെ ക്വാളിറ്റികൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മനോഹരമാകുന്ന ജീവിതം നയിക്കുന്ന ഏതൊരു വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിച്ചതാകുന്ന വലിയുണ്ടോ, അവർക്കൊരു ഭയപ്പാടുമില്ല. അവർ ഈ ദുനിയാവിൽ ഭയക്കേണ്ടവരല്ല, അവർക്ക് ആഖിറവും ഭയപ്പാടില്ല. വളരെ സന്തോഷകരമാകുന്ന ദിനരാത്രങ്ങളാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്നത്. മാത്രമല്ല ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ദുനിയവിയായ ജീവിതത്തിലും അവർക്ക് സന്തോഷമാണ്. വഫിൽ ആഖിറ, ആഖിറത്തിന്റെ ജീവിതത്തിലും അവർക്ക് സന്തോഷമാണ്. ദുനിയാവും അവർക്ക് ഭയക്കേണ്ടതില്ല, ആഖിറത്തിലും അവർക്ക് ഭയക്കേണ്ടതില്ല. ഇരുലോക വിജയം അല്ലാഹു സമ്മാനിക്കുന്നതാണ് ഈമാനും തഖ്വയും മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്കെന്ന് വിശുദ്ധമായ ഖുർആൻ.
CM വലിയുള്ളയുടെ സവിധത്തിൽ വന്നുകൊണ്ട് സിയാറത്ത് ചെയ്തുകൊണ്ട് പോകുന്നതാകുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലും കടന്നു വരുന്നതാകുന്ന ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനത്തുകളെ, സ്നേഹത്തോടുകൂടി എന്നോടും നിങ്ങളോടും കുമ്മനം ഉസ്താദിനെ ഓർമ്മപ്പെടുത്താനുള്ളത് അല്ല ഖുർആനിന്റെ കൽപ്പനയാണ്. ഔലിയാക്കളുടെ മസാറുകൾ വന്നുകൊണ്ട് സിയാറത്ത് പോകുമ്പോൾ ആഖിറത്തെ കുറിച്ചുള്ള ഭയപ്പാട് നമുക്കുണ്ടാവണേ. നാളെ ആഖിറത്തെ കുറിച്ചുള്ളതാകുന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. മരണത്തെ കുറിച്ചുള്ള ചിന്ത കടന്നു വരട്ടെ. ഖബർ നമ്മുടെ മുന്നിൽ കടന്നു വരട്ടെ. ഖബർ നമുക്ക് വിശാലമാകുമോ? സ്വർഗം നമുക്ക് എളുപ്പമാകുമോ? ആഖിറത്തിലേക്കുള്ള വാതാനങ്ങൾ നമുക്ക് സന്തോഷകരമാകുമോ? മഹ്ശറ നമുക്ക് സന്തോഷത്തിന്റെ ദിനരാത്രങ്ങൾ തീർക്കുമോ? ഓരോരുത്തരുടെ ഹൃദയത്തിൽ തളം കെട്ടതാണ്. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ചിന്ത കടന്നു വരേണ്ടതാണ്. കാരണം സിയാറത്ത് എന്ന് പറയുന്നത് ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത നൽകുന്നതാണ്. ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത നൽകുന്ന സവിധമാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ സിയാറത്ത് ഒരു കാലഘട്ടത്തിൽ നിരോധിച്ചിരുന്നു. ഇന്നിതാ സിയാറത്ത് നിങ്ങൾക്ക് സുന്നത്താക്കുകയാണ്, പവിത്രമാക്കുകയാണ്, പുണ്യമാക്കുകയാണ്. ആ സിയാറത്ത് ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്യണേ. സഹോദരിമാരെ, ഔറത്ത് മറച്ചുകൊണ്ട് പരിപൂർണമായി അന്യരാകുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കി ഔറത്ത് മറച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണേ. അങ്ങനെ നിങ്ങൾ സിയാറത്ത് ചെയ്താൽ തുദക്കിറുകുമുൽ ആഖിറ, ആഖിറത്തെ കുറിച്ചുള്ളതാകുന്ന ഓർമ്മ അല്ലാഹു നിങ്ങൾക്ക് നൽകുകയാണ്. പരലോക ചിന്ത ഹൃദയത്തിലേക്ക് കടന്നു വരുകയാണ്. സിയാറത്ത് ചെയ്തവരെ, പോകാൻ പോകുന്നവരെ, ആഖിറത്തേക്കുള്ള ചിന്തയാണ് സിയാറത്തിലൂടെ നമുക്കുണ്ടായി തീരേണ്ടത്. നാളെ നമ്മൾ മരിക്കേണ്ടവരാണ്. ശൈഖ് അവറുകളെ പോലെയുള്ളതാകുന്ന വിശാലമാകുന്ന ഒരു യാത്രയപ്പ് അല്ലാഹുവേ എനിക്ക് എന്റെ ജീവിതത്തിൽ സാധ്യമാകുമോ? ഇതുപോലൊരു പരിശുദ്ധമായ ശവ്വാല് നാളിന് ബഹുമാനപ്പെട്ടവർ ഇവിടെ പറഞ്ഞു പോയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയതുപോലെ എനിക്കും കുറച്ചാളുകൾ കടന്നു വരുമോ? എനിക്ക് വേണ്ടി ശുപാർശ തേടുമോ? എന്റെ ഖബറിന്റെ സമീപത്ത് വരുമോ? എനിക്ക് വേണ്ടി ഖുർആൻ ഓതുമോ? എനിക്ക് വേണ്ടി ദിക്ർ ചൊല്ലുമോ? ഇല്ല എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത് എങ്കിൽ ഒന്ന് ചിട്ടയായ ജീവിതം നമുക്ക് അനിവാര്യമാ. ഒന്ന് തിരിഞ്ഞു നോക്കൽ അനിവാര്യമാണ്. നമ്മുടെ നിസ്കാരങ്ങൾ ആദ്യമായി ചിട്ടപ്പെടുത്തണം. നമ്മുടെ സ്വഭാവം നന്നാക്കിയെടുക്കണം. ഈമാനും തഖ്വയും കൈമുതലാക്കാൻ പറഞ്ഞിട്ടുള്ള അടയാളങ്ങൾ മുഴുവനും ഒന്ന് ബദ്ധശ്രദ്ധ പതിപ്പിക്കണം. ദീനീ സ്ഥാപനങ്ങളോടുള്ള സഹായമായി നമ്മൾ നിലകൊള്ളണം. ഔലിയാക്കളെ സ്നേഹിച്ചുകൊണ്ട് നിലകൊള്ളണം. അമ്പിയാക്കൾ ആദരിച്ചുകൊണ്ട് നിലകൊള്ളണം. ദീനിന്റെ ശിആറുകൾ ആദരിച്ചുകൊണ്ട് നിലകൊള്ളണം. മതത്തിന്റെ ചിഹ്നങ്ങളെ പരിപൂർണമായി മുറുകെ പിടിക്കുന്നവരാകണം. മതനിരാസത്തിന്റെ വക്താവായി പോകാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. യുക്തിവാദത്തിലേക്ക്, ഭീകരവാദത്തിലേക്ക്, തീവ്രവാദത്തിലേക്ക് പോകാതെ നീയും നിന്റെ മക്കളും പരമ്പരകളും പ്രത്യേകമായി ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം പരിപൂർണമായി നിലനിർത്തി പോകണം. നിസ്കാരം കൊണ്ട് നിന്റെ കുടുംബത്തോട് കൽപ്പിക്കണം. മക്കളെ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മദ്രസ കലാലയങ്ങൾ തുറക്കപ്പെടുന്ന സമയമാണ്. മക്കള് മദ്രസയിൽ കൃത്യമായി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. സ്കൂളുകൾ ഇനി തുറക്കപ്പെടുമ്പോ, ഒരു മാസങ്ങൾക്കപ്പുറം സ്കൂളുകൾ തുറക്കപ്പെടുമ്പോ മക്കള് സ്കൂളിലേക്ക് പോകുന്നുണ്ടോ? എത്ര മണിക്കാണ് സ്കൂൾ തുടങ്ങുന്നത്? എത്ര മണിക്കാണ് ക്ലാസ് അവസാനിക്കുന്നത്? ട്യൂഷൻ ക്ലാസ്സുകൾ കൃത്യമായി പോകുന്നവരാണോ? അത് എത്ര മണിക്കാണ് തുടങ്ങുന്നത്? എത്ര മണിക്കാണ് മക്കൾ തിരിച്ചു വരുന്നത്? മക്കൾക്ക് ആത്മീയമാകുന്ന അറിവ് കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ ആത്മീയ കലാലയങ്ങളിൽ മക്കൾ പോകുന്നുണ്ടോ? അത് എത്ര മണി വരെയാണുള്ള ക്ലാസ്? പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്നുകൊണ്ട് പാരായണം ചെയ്യുന്നു. തുടങ്ങുന്ന കാര്യങ്ങൾ മുഴുവനും നിർബന്ധമായും ശ്രദ്ധിക്കണം. കാരണം കാലം വളരെ മോശപ്പെട്ട തലത്തിലേക്ക് പോവുകയാണ്. ലോകം മുഴുവൻ മൂല്യച്യുതിയുടെ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യ എന്നതാകുന്ന മഹത്തായ രാജ്യം ഫാസിസ്റ്റിന്റെ ഭരണകൂടത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇസ്ലാമികമാകുന്ന കാര്യങ്ങൾ മുസ്ലിമീങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിനൊക്കെ മോശപ്പെട്ടതാകുന്ന രീതിയിൽ ഇസ്ലാമോഫോബിയ വിളിച്ചോതുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊള്ളണേ. എന്തിനും പരിശുദ്ധമായ ദീനിനെ ചീത്ത വിളിക്കുന്ന ആളുകളുള്ള കാലഘട്ടമാണ്. ദീനിനെതിരെ കുതിര കയറുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഓരോ ചുവടുവെപ്പും അനിവാര്യമാണ്. നമ്മളെല്ലാം തർബിയത്ത് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന ശൈഖ് അവറുകൾ നമ്മുടെ ഈ സദസ്സ് വീക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. അവരുടെ പൊരുത്തം നമുക്ക് ലഭിക്കണം. അവരുടെ മദത് നമുക്ക് കേട്ടണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നമ്മുടെ ശിഷ്ടകാല ജീവിതത്തിൽ അനിവാര്യമാണ്. അല്ലാഹുവേ, ഈ സദസ്സ് നിദാനമാക്കണേ അല്ലാഹ്.